നമസ്കാരം. കൽദായ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ കേന്ദ്ര യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ട്രൈഫൻ 2024 തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ NS സലീഷ് ഉദ്ഘാടനം ചെയ്തു. പറോട്ടാനി മാർ അദായ് സ്ലീഹ പള്ളിയിൽ വിശുദ്ധ സ്ലീവ തിരുനാളിന്റെ ഒരുക്കത്തിനായി അനുദിന പ്രാർത്ഥന ആരംഭിച്ചു. വർഷം മുഴുവൻ നടക്കുന്ന ബൈബിൾ ക്വിസ് മത്സരങ്ങളുമായി മാർ യോഹന്നാൻ മാംദാന പള്ളി കിഴക്കേക്കോട്ട വിമൻസ് യൂത്ത് അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ കേന്ദ്ര യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ട്രൈഫൻ 2024 നടത്തി. പ്രസ്തുത പരിപാടി തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ NS സലീഷ് ഉദ്ഘാടനം ചെയ്തു. അഭിയന്യമാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ ജാക്ക് സ്റ്റാൻഡി, കേന്ദ്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജേക്കബ് ബേബി ഒലക്കെങ്കിൽ, വിമൻ യൂത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഫെബി കെവിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സഭയിലെ SSLC, +2, ഡിഗ്രി, മറ്റു നേട്ടങ്ങൾ കൈവരിച്ചവരെ ആദരിച്ചു. യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ജോഫിൻ ജോണോലൂർക്കാരൻ നന്ദി പ്രകാശിപ്പിച്ചു. പ്രോഗ്രാം കൺവീനർ ശ്രീ നിതിൻ സണ്ണി, യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരായ പോൾ അഭിമലേഖ്, അരുൺ ടോണി, ലിൻസൺ എഡിസൺ, ആൽബിൻ റോയ്, ജിസ് ഷാജി, ഗിഫ്റ്റൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. പറോട്ടാനി മാർ അദായ് സ്ലീഹ പള്ളിയിൽ വിശുദ്ധ സ്ലീവ തിരുനാളിന്റെ ആത്മീയ ഒരുക്കത്തിനായി 2024 സെപ്റ്റംബർ 1 മുതൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് തുടക്കമായി. സെപ്റ്റംബർ 1 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി റവറൻ റൂണോ വർഗീസ് കശീശയും സഹവികാരി റവറൻ തിംതിയോസ് ജോയ് കശീശയും ചേർന്ന് പ്രാർത്ഥനാ കാർഡ് സൺഡേ സ്കൂൾ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നൽകി പ്രകാശനം ചെയ്തു. പാരിഷ് കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. ബഹുമാനപ്പെട്ട മൽപ്പാൻ റവറൻ PK വർഗീസ് കശീശ സുറിയാനിയിൽ നിന്ന് മൊഴിമാറ്റം ചെയ്ത വിശുദ്ധ സ്ലീവായോടുള്ള പ്രാർത്ഥന അനുദിന കുടുംബ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുവാനാണ് സജ്ജമാക്കിയിട്ടുള്ളത്. റവറൻ റിനോജ് ഡേവിസ് കശീശ, കൈക്കാരൻ ടോണി റാഫേൽ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. വിശുദ്ധ സ്ലീവ തിരുനാളിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 4, 11 എന്നീ ബുധനാഴ്ചകളിൽ കുരിശുപള്ളിയിൽ പ്രത്യേക ആരാധനയും ക്രമീകരിക്കുന്നതായി വികാരി അറിയിച്ചു. മാർ യോഹന്നാൻ മാംദാന പള്ളി കിഴക്കേക്കോട്ട വിമൻസ് യൂത്ത് അസോസിയേഷൻ വിഭാവനം ചെയ്ത നൂതന ബൈബിൾ ക്വിസിന്റെ പോസ്റ്റർ പ്രകാശനം വികാരി ഫാദർ സിജോ ജോണി, അസിസ്റ്റന്റ് വികാരി ഫാദർ അബിൻ ബാബു എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കമ്മിറ്റി അംഗങ്ങൾ ചടങ്ങിന് ആശംസകൾ നേർന്നു. മറ്റ് ക്വിസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ക്വിസ് മത്സരം വർഷം മുഴുവനും വിവിധ ഇടവേളകളിലും അവസാന മത്സരങ്ങൾ വർഷാവസാനവും നടത്തും. കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 4 വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടത്തുന്നത്. ക്വിസ് മത്സരങ്ങളിൽ എല്ലാ സഭാംഗങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു. പടിഞ്ഞാറേക്കോട്ട മാർ ഓഗിൻ തുവാനപ്പള്ളി ഇടവക യൂത്ത് അസോസിയേഷൻ ഓണത്തോടനുബന്ധിച്ച് വിൽപ്പന നടത്തുന്ന പാലട പായസത്തിന്റെ കൂപ്പൺ ഉദ്ഘാടനം 2024 സെപ്റ്റംബർ 1 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ടിൻഡോ തിമത്തി കശീശയും അസിസ്റ്റന്റ് വികാരി ഫാദർ മോഹൻ കോനിക്കര കശീശയും ചേർന്ന് നിർവഹിച്ചു. കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംദാന പള്ളിയിലെ വിമൻസ് യൂത്ത് അസോസിയേഷൻ നടത്തുന്ന ഓണം 2024 ചാരിറ്റി സെയിൽ ഉദ്ഘാടനം 2024 സെപ്റ്റംബർ 1 വികാരി ഫാദർ സിജോ ജോണി കശീശ നിർവഹിച്ചു. ഇടവക അംഗവും മഹിളാ സമാജം സെക്രട്ടറിയുമായ ശ്രീമതി ശോഭ റാഫേലിനായിരുന്നു ആദ്യ വിൽപ്പന. വിമൻ യൂത്ത് അസോസിയേഷൻ അംഗങ്ങൾ സാരിയും മറ്റു ഭക്ഷണ സാധനങ്ങളും അടങ്ങിയ വിൽപ്പന കൗണ്ടർ നടത്തി. കൽദായ സഭയിലെ മുതിർന്ന വൈദികൻ ഡെന്നി ജോൺ BJPയിൽ ചേർന്നുവെന്ന വാർത്ത തെറ്റാണെന്ന് സഭ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. അംഗത്വ വിതരണ സമയത്ത് BJPയിൽ ചേർന്നുവെന്ന് വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ പത്രസമൂഹ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശരിയല്ലെന്നും നാളിതുവരെയും BJP അംഗത്വത്തിന് അപേക്ഷിച്ചിട്ടില്ലെന്ന് ഫാദർ ഡെന്നി ജോൺ പറഞ്ഞു. കുരിയച്ചിറ മാർ മാറിസ്ലീഹ പള്ളിയിലെ വികാരിയാണ് ഫാദർ ഡെന്നി ജോൺ. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.